വിദ്വേഷ പരാമർശം നടത്തി 11 ദിവസത്തിനു ശേഷം സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസ് കസ്റ്റഡിയിൽ. മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തിയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഇൻസ്പെക്ടർ നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ നിന്ന് ഡിജിറ്റൽ ഡിവൈസുകളും പിടിച്ചെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ടി.ജി. മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. പോലീസ് നടപടിക്കിടെ ടി.ജി. അനുകൂല മുദ്രാവാക്യവുമായി സംഘപരിവാർ പ്രവർത്തകരെത്തി. നാളെ ടി.ജി. മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കും. വണ്ടി കയറേ തുറക്കി തുറക്കി അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂര്, വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയോ ഈ ടി.ജി. മോഹൻദാസിനെ? 11ാമത്തെ ദിവസമാണ് പോലീസ് ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് എത്തി റെയ്ഡ് നടത്തി കസ്റ്റഡിയിലെടുക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്താതെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കുമോ അറസ്റ്റ് രേഖപ്പെടുത്തുക? ഡോക്ടർ അരുൺകുമാർ, തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷമായിരിക്കും ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഏതാണ്ട് 5 മണിക്കാണ് തിരുവനന്തപുരത്തെ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തിയത്. മട്ടാഞ്ചേരിയിലെ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് എത്തിയത്. ടി.ജി. മോഹൻദാസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് പരിശോധന ആരംഭിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടി.ജി. മോഹൻദാസ് ഈ വീഡിയോ ചിത്രീകരിച്ച ക്യാമറ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങളും കണ്ടെത്തുക, അത് പരിശോധിക്കുകയായിരുന്നു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ഭാഗമായി ആ ഉപകരണങ്ങളും മറ്റും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു സംശയം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതിൽ നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുന്നു. അതിനുശേഷം കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രി, ഏതാണ്ട് 2.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും തുടർന്ന് 8:15 ടി.ജി. മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ജൂലൈ 29 ടി.ജി. മോഹൻദാസിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുക്കുന്നത്. കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പക്ഷേ അതിനുശേഷം 11 ദിവസമായിട്ടും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തിന്? ഈ ഉപകരണങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി പോലും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല.